കാട്ടില് ഒരുപാട് എനർജിയുടെ ഒരു ഇതാണ്. ഇപ്പൊ നമ്മളിങ്ങനെ നമ്മളുടെ ഇടയിൽ ഇങ്ങനെ കുറേ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് കുറച്ച് കഴിവുള്ളവനാണെങ്കിൽ അത് പിടിച്ചെടുക്കാൻ പറ്റും. ചിലവർക്ക് അത് അറിയാൻ പറ്റില്ല എന്താണ്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, എഴുതാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യം. അപ്പൊ അതിൻ്റെ ഒരു വലിയൊരു ഇതാണ് കാട്. ഈ ആവശ്യമില്ലാത്ത ചരിത്രം അന്വേഷിച്ച് പോകുന്നത് അത് പിന്നീട് പഠിച്ചോട്ടെ. ഒരു മനുഷ്യൻ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യമാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. ഇതല്ലാതെ പണ്ടത്തെ യുദ്ധം ചെയ്ത് ഇത് എന്ത് കാര്യം, അത് കുറച്ച് കഴിഞ്ഞിട്ട് വരും. എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതിപ്പോഴെല്ലാം പഠിപ്പിക്കേണ്ടത്. കൊറോണ വന്നപ്പോൾ ഒന്ന് കിണി, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഇട്ട് നമ്മൾ മരിക്കാതെ ജീവിക്കണേ. ഇവിടെ ആരെ 200 വർഷം ജീവിച്ചാണ് എന്ന് പറഞ്ഞു, ആരാ ഉള്ളത്? ആരുമില്ല. അപ്പൊ നമ്മൾ ഈ ചെറിയ സ്ഥലത്ത് നമ്മൾ വെട്ടിപ്പിടിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് കുട്ടികളെയും കൊണ്ട് ഇടപെടുത്തി അങ്ങനെ പോകുന്നൊരു കാലമുണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമ്മൾ ഇത്ര യാത്ര ചെയ്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. പിന്നെ തീർച്ചയായിട്ടും അങ്ങനത്തെ മൊമെന്റ്സോ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണം കരടി തന്നെ എടുക്കുക. ഈ കരടീനെ ഏറ്റവും അപകടകാരി എന്ന് എല്ലാവരും പറയുന്ന ഏറ്റവും ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. പറമ്പുകളത്തൊക്കെ ഇവിടെ നിന്നൊക്കെ പറിച്ച് ഇത് ചെയ്ത് കണ്ണൊക്കെ വീഴുണ്ട് പല ആൾക്കാരുടെയൊക്കെ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തതാണ് കരടിയാണ്. അത് കഴിഞ്ഞിട്ട് മലമുഴക്കി വേണം കരടിയാണ്. അത് ഭയങ്കര ക്ലോസ് ആയിട്ട്. അപ്പോൾ കരടിക്ക് പ്രണയപൂർവ്വം എന്ന് പറഞ്ഞ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തന്നെ ഞാനൊരു ആർട്ടിക്കിൾ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ. അത് എവിടെ ചെന്നാൽ ഞാൻ അങ്ങനെ എഴുതിയ എന്നെ കാണാൻ വരും, വിളിച്ചും പതുങ്ങിയൊക്കെ കാട്ടിൽ എന്നെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ എഴുതിയേക്കുന്ന ഒരു സാധനം. അത് കുഞ്ഞൊക്കെ ആയിട്ട് വന്ന് മുമ്പിൽ വന്നിരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഏത് ജീവിയും ഭയങ്കര ഇതായിരിക്കുന്ന. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ ഒരു കരടി ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മസനഗുഡിയിൽ വെച്ചാണ്. എൻ്റെ കൂടെ അന്നൊരു ഇതുണ്ട്, ഇതിനെ ഗവേഷണം നടത്തുന്ന ഹോൺബില്ലും ആനയിലൊക്കെ ഒരു പെൺകുട്ടി ഇവരുണ്ട്. കരടീനെ കാണാൻ നമ്മൾ കരടി ദൂരെ ഒരു സ്ഥലത്ത് ഇത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്യാമറയും സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് നല്ല മുള്ളിൻ്റെ കാടാണ്, പുഴ കടന്നിട്ട് നേരെ പോവാണ്. പോയിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എനിക്ക് പാടറിയാം കരടി പോയതൊക്കെ ഈ കുറേ കാലം വരെ നടക്കുന്ന നല്ല വരണ്ട മണ്ണുമാണ്. മസനഗുഡിയിലാണ്. നമ്മൾ മുള്ളിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ ഗുഹ പോലെയാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കൗട്ടും പോകാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പോയി നമ്മൾ ഒരു വെളിപ്രദേശത്ത് എത്തി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ കരടിയും കുഞ്ഞും കുറച്ചപ്പുറത്തായിട്ട് ചെതൽ ഇത് മാന്തിയിട്ട് അത് ഈ മണ്ണും ഒക്കെ കൂടി ഇങ്ങനെ തെറിപ്പിക്കുകയാണ്. പെട്ടെന്ന് കരടി നിന്ന്. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉള്ള കുട്ടി പുറകിലേക്കുന്നു, പിന്നെ ജലീലുള്ളൂ. ഇപ്പം കരടി എന്നിട്ട് ഇങ്ങോട്ട് നോക്കി. കരടി സ്മെൽ ആദ്യം ഇങ്ങനെ തല ഉയർത്തിയിട്ട് സ്മെല്ലെടുത്ത്. കരടിക്ക് നന്നായിട്ട് ഗന്ധം എടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ കാഴ്ചശക്തി ഇത്തിരി കുറവാണ്, അങ്ങനെയുണ്ട്. പെട്ടെന്ന് ഞങ്ങളുടെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പം ഞാൻ അതിങ്ങോട്ട് നല്ല സ്പീഡിൽ ഇങ്ങോട്ട് വരികയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് എഴുന്നേക്കരുത്, ഓടരുതെന്ന് പറഞ്ഞു, ഇരുന്നോളാൻ പറഞ്ഞു. ഇത് വന്നിട്ട് ഏതാണ്ട് ഒരു 10 അടിയെങ്കിലും ഉണ്ടാവുള്ളൂ. അവിടെ അടിയിരുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന്. കുഞ്ഞുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ കുഞ്ഞ് ഈ ചില കുട്ടികളെ അമ്മയുടെ സാരി ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കില്ല, അങ്ങനെ ഫിലിം ക്യാമറ ഡിജിറ്റൽ ക്യാമറ അറിയില്ല, ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞ്. അപ്പോൾ കുഞ്ഞ് ചാടി പുറത്ത് കയറി. അങ്ങനെയാണ് കുഞ്ഞ് ഈ മോട്ടോർ ബൈക്കിൽ പോകുന്ന പോലെയാണ് ഇത്. എടുത്ത് എന്നിട്ട് കാട്ടിലോട്ട് അങ്ങോട്ട് പോയാലും കരടി ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഫേസ് ചിരിക്കുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ നോക്കി ഒരു ചിരിച്ച്, അങ്ങനെ ഞാൻ എഴുതി. എന്നിട്ട് നേരെ കാട്ടിലോട്ട് കയറിപ്പോയി. അപ്പോൾ അത് നല്ല ഇതായിട്ട് ഇതായിരുന്നു, നമ്മുടെ ട്രാൻസ്പെറൻസി ഫിലിമായിരുന്നു. അപ്പോൾ അതിൽ ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ അനിൽകുമാർ അത് ഇത് ചെയ്ത് തന്നു, എനിക്ക് പ്രിൻ്റ് എടുത്ത് തന്ന്, എറണാകുളത്ത് തന്നെ. അപ്പോൾ അത് ഇതാണ് കരടി വരുന്നത്, വന്നിരിക്കുന്നത്, തിരിഞ്ഞു പോകുന്ന ആ ഒരു സീക്വൻസായിട്ട് നല്ല ഒരു ഫോട്ടോ കിട്ടി. അപ്പോൾ വേണമെങ്കിൽ അതിനെ എന്നെ ആക്രമിക്കാം, ഞങ്ങളെ ആക്രമിക്കാം. പക്ഷെ അതല്ലാതെ അവർക്കും തിരിച്ചറിയാനും പറ്റും. പിന്നെ കാട്ടിൽ പ്രധാനമായിട്ട് കരടി വിചാരിച്ച ചിലപ്പോൾ ഞങ്ങളെ വേറെ വല്ല ജീവിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ആക്രമിക്കാത്തൊരു ജീവി. അപ്പോൾ കാട്ടിൽ ഒരു ജീവിന് 2 കാലിൽ അറ്റാക്ക് ഇത് നടക്കാറില്ല. അപ്പോൾ ഒരു മനുഷ്യനെ പെട്ടെന്ന് മുമ്പിൽ കരടി എപ്പോഴും ഇങ്ങനെ ചെതലൊക്കെ നോക്കിയിരുന്നു, പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാൾ 2 കാലിൽ നിൽക്കുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന വെച്ചാൽ തിരിച്ചറ്റാക്ക് ചെയ്യാൻ. അങ്ങനെ പലപ്പോഴും കാട്ടിൽ അപകടം സംഭവിച്ചാണ്. ഇതുപോലെ തന്നെ ഒരുപാട് തവണ കരടിയുടെ മുമ്പിൽ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അത് മോഹൻകുമാർ മാഷിൻ്റെ പരിസ്ഥിതി വലിയ ഇതാണ്. മാഷ് നേരിട്ട് മാഷിൻ്റെ അടുത്ത് പണ്ടൊരു വീഡിയോയിൽ അത് പകർത്തിയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ കരടി തൊട്ടടുത്ത് വന്നിട്ട് കുടഞ്ഞിട്ടിങ്ങനെ വെള്ളം എൻ്റെ മേത്ത് തെറിക്കുന്നതൊക്കെ അത് മാർക്ക് ദാവിദാറിൻ്റെ അവിടെ വെച്ച് ശീതൾവാക്കിൽ ഇറങ്ങിപ്പോയിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ കരടി ഇന്ന് വരെ നമ്മളെ അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല. ചില സമയത്ത് ഇവര് നമുക്ക് ഭയങ്കര രസമാണ് ശരിക്കും. ഇവര് മനുഷ്യരല്ല നമ്മൾ പറയത്തില്ല, കാരണം എൻ്റെ വീട് പത്തനംതിട്ടയാണ്, അടുത്താണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുരങ്ങൊക്കെ വന്നിട്ട് നമ്മുടെ വാഴയൊക്കെ മുറിച്ചോണ്ട് ഇങ്ങനെ പോകും. നോക്കുമ്പോൾ നമ്മളെ നോക്കും, അവരുടെ അവകാശം പോലെയുള്ളത് അവരുടെ കാടാണ്. അതാണ് അല്ല അതാണ് പറഞ്ഞത്. ഇപ്പൊ ഈ വല്ലാത്ത
ഇതുണ്ടല്ലോ നമ്മളുടെ മീഡിയാസ് പല രീതിയിലുള്ളപ്പോൾ മാധ്യമങ്ങളും ഒക്കെ മൃഗങ്ങൾ നാട്ടിലിറങ്ങിയെന്നും പറഞ്ഞൊക്കെ ആനകളായാലും എന്തായാലും നാട്ടിലിറങ്ങിയെന്ന് പറയുമ്പോൾ അത് എല്ലാത്തിലും ഞാൻ ചോദിക്കുന്നത് ആരുടെ നാട്ടിലിറങ്ങി എന്നുള്ളൊരു സംശയമുണ്ട് നമുക്ക്. ആരാണ് നാട്ടിലിറങ്ങി? നാട്ടിലിറങ്ങിയത് അതൊരു വലിയ സംശയം. കാരണം ഇതിങ്ങനെ പെറ്റി വലിയ ഒരു ജീവിയാണല്ലോ നമ്മൾ. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് അത്. അവർക്ക് നിൽക്കാനും ഇടം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾക്കും ഇടം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഘർഷങ്ങളും ഇത്തരം മൃഗങ്ങളായിട്ടുള്ള അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് സോൾവ് ചെയ്യണം. നമ്മൾ ഫെൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം. കുറേ കാര്യങ്ങൾ പിന്നെ മനുഷ്യനെ മാറ്റിപ്പാർപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാറ്റിപ്പാർപ്പിക്കണം. മൃഗങ്ങളെ എങ്ങോട്ട് മാറ്റിപ്പാർപ്പിക്കും? അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ അത് തന്നെ ഇതിനെ പിടിച്ചുകൊണ്ടെന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കുന്നില്ല. അതൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എങ്ങനെ ഉണ്ടാവും? അതാണ് നമ്മൾക്ക് പിന്നെ സൗകര്യം ഉണ്ടാവും, ഭക്ഷണവും ഇതൊക്കെ. ഇത് അതിനറിയാത്തൊരു വഴി, അതിനറിയാത്തൊരു സ്ഥലം, അതിനറിയാത്ത ഗന്ധങ്ങൾ. ഞാനത് ഇതിൽ സപ്ലിമെന്റിൽ എഴുതിയിരുന്ന അരിക്കൊമ്പന്റെ ഒരു കാര്യം എഴുതിയത്. അത് ഞാൻ എഴുതിയിരുന്നതാണ്. പിടിച്ചുകൊണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ സ്ഥലത്ത് നമ്മൾ പേരിടാൻ മിടുക്കന്മാരാണ് നമ്മളെല്ലാ ജീവികൾക്കും. അത് പിന്നെ അവരുടെ ദുരന്തവും കാര്യങ്ങളൊക്കെയാണ്. ഇക്ക പറഞ്ഞൊരു ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ഫോട്ടോഗ്രാഫ്സ് ഒന്നും ഒരിക്കലും ഞാൻ ഒരു ഇതിലും അയക്കത്തില്ല. എനിക്ക് സമ്മാനം കിട്ടാനോ അല്ലെങ്കിൽ ഞാൻ സമ്മാനം കിട്ടാൻ വേണ്ടി അല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്ന സാധനമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരാൾ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികം നോക്കേണ്ടത് കൂടി ഇല്ലേ? ഉണ്ട്. അത് പക്ഷേ ഫോട്ടോഗ്രാഫിയും കൊണ്ട് ഇവിടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും കൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അത് ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, വല്ല ഫണ്ടും പ്രൊജക്റ്റൊക്കെ കിട്ടിയിട്ട്. നമുക്കതങ്ങനെ ജീവിക്കാം. എനിക്ക് എൻ്റെ മാർഷ്യൽ ആർട്സ് ഉണ്ട്, വേറെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കൂടാതെ നമ്മൾ ഇപ്പോൾ ഒരു മത്സരങ്ങൾക്കും നമ്മൾ അയച്ചില്ല എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരോട് അയക്കണ്ടെന്നല്ല പറയണം, അവരയക്കണം. അത് നമ്മൾ ആ വഴിക്ക് അങ്ങനെ വന്നെന്നുള്ളൂ. നമ്മൾ അങ്ങനെ ആ ഒരു ചിന്തയെ കൂടെ നമ്മൾ വന്ന് നമുക്കിത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അതിനു വേണ്ടിയാണ് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്നത്, കാടിന് വേണ്ടി. ഒരുപാട് പേർക്ക് ഈ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, മണ്ണുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഒരുപാട് പേരുണ്ട് യാത്രകളെ. ഇപ്പൊ സഫാരി, ഇപ്പൊ മറ്റേ സന്തോഷ് സാറൊക്കെ വന്നതിന് ശേഷം യാത്രകളെ ഭയങ്കരമായി ഏറ്റെടുത്ത് ഞാൻ പോകും, രാജ്യങ്ങൾ കാണും, സ്ഥലങ്ങൾ കാണും എന്ന് പറയുന്ന പിള്ളേരിപ്പോ വരുന്നു. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരും നോക്കി നിൽക്കേണ്ട. പിന്നെ തീർച്ചയായും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഊട്ടിയിൽ സ്ഥലമുണ്ട്. ഒരു എൻ്റെ ഇവിടുത്തെ നാട്ടിൽ സ്ഥലം വിറ്റ്, കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ കുറച്ചധികം സ്ഥലം വാങ്ങി, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആ സ്ഥലം വിറ്റിട്ട് എനിക്ക് കുറേ യാത്ര ചെയ്യണം, എനിക്ക് പുറത്തൊക്കെ പോകണം, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഒരുപാട് പേരും പറയാറുണ്ട്, മറ്റേ കോട്ടയത്തെ KM ജോർജ് അച്ഛനൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ കൂടെ ഞാൻ വരും, എൻ്റെ സ്ഥലം കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ അത്രയും ഇതായിട്ട് സ്ഥലങ്ങൾ കാണണം എന്നുള്ളത്. കാരണം നമ്മൾ പഠിച്ച സ്ഥലങ്ങളുണ്ട്, വായിച്ച ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ചില നല്ല ഗ്രാമങ്ങളൊക്കെ മനസ്സിലിങ്ങനെ കിടക്കുന്നത്. എന്തായാലും ഒരു ലൈഫുള്ളൂ. അപ്പോൾ കുറേ യാത്രകൾ. ഭംഗിയായിട്ട് തോന്നിയ ഒരു ഗ്രാമം പറയുമോ? ഈ കൊടൈ ഗ്രാമങ്ങളൊക്കെ നല്ലതാണ്. ഊട്ടി ഗ്രാമങ്ങൾ നല്ലതാണ്. ഊട്ടിയിലൊക്കെ നമ്മുടെ ഊട്ടി ടൗണല്ല, ആ ചന്തയും മാർക്കറ്റും അവിടുത്തെ മണം സ്മെല്ല് അത് വിട്ടു പോയിക്കോ. നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങളാണ്, നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗി. നമ്മളെ ചില വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലത്തെ സ്ഥലം. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് എല്ലാം നമ്മുടെ ഇന്ത്യയിലുണ്ട്, എത്ര ഭംഗിയായിട്ട്. പക്ഷെ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആൾക്കാർ ഒന്നാമത് ആൾക്കാരിലോട്ട് അത് എത്തുന്നത് വൃത്തി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഈ ചപ്പും ചവറും തോന്നിയ പോലെ വന്നതാണ്. അതൊക്കെ നമ്മുടെ പാഠവിഷയത്തിൽ വരണം, പഠിപ്പിക്കണം. ഈ ആവശ്യമില്ലാത്ത ചരിത്രം ഹിസ്റ്ററി അന്വേഷിച്ച് പോകുന്നത് അത് പിന്നീട് പഠിച്ചോട്ടെ. ഇപ്പൊ അവന് ചുറ്റുപാടും ഒരു മനുഷ്യന് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യമാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. എങ്ങനെ പ്രായമുള്ളവരോട് പെരുമാറണം, എങ്ങനെ ഒരു ഇടത്തോട് പെരുമാറണം, എങ്ങനെയായിരിക്കണം അയൽക്കാരോട് പെരുമാറണം. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഈ അടിയിടിയും ബഹളത്തിനും പിള്ളേര് നടക്കൂല. അതല്ല വേണ്ടത്. ഇതല്ലാതെ പണ്ടത്തെ യുദ്ധം ചെയ്ത് ഇത് എന്ത് കാര്യം, അത് കുറച്ച് കഴിഞ്ഞിട്ട് വരെ. എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതിപ്പോഴല്ല പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ ഈ ലോകത്ത് ജീവിക്കേണ്ടത് എങ്ങനെ വെള്ളം ചെലവാക്കണം, എങ്ങനെ വൈദ്യുതി ചെലവാക്കണം, ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്. നമ്മൾ ഇതെവിടെ പഠിപ്പിക്കണം? നമ്മൾ പഠന ഇതിൽ കാതലായ മാറ്റം വന്നാൽ സമൂഹത്തിനും മാറ്റം വരും, അത് ഉറപ്പാണത്. അതുപോലെ ഈ കാടുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ, കാണുന്നത് ഭയങ്കര ആഗ്രഹമുള്ള കാടാണ് ആമസോൺ കാട്. അതിലൊക്കെ പോയി അതിന്റെ ഇല്ല, പോയിട്ടില്ല. ഞാൻ ഈ പച്ചവോട്ടം വിട്ട് എങ്ങും പോയിട്ടില്ല. ഹിമാലയത്തിൽ പോയിട്ടുണ്ട്, അത് തപോവന സ്വാമിയുടെ പുസ്തകമൊക്കെ വായിച്ചിട്ടുന്നുള്ളൂ. ഞാൻ ഈ കാട്ടിലിങ്ങനെ പോയി അതാണ് ഞാൻ പറഞ്ഞ സ്ഥലം വിറ്റിട്ട് എനിക്ക് അവിടെ പോകണം. ഒരുപാട് കാടുകളുണ്ട്, കോസ്ട്രിക്ക, ഒരുപാട് പേര്. അതന്നെ എനിക്ക് കാട് മാത്രമല്ല, കടലെൻ്റെ ഇഷ്ടമാണ്. കടലും മരുഭൂമി. മരുഭൂമി ഭയങ്കര. ഞാൻ കടലിൻ്റെ ഭാഗത്ത് ജാൻഡമാൻസൊക്കെ ലക്ഷദ്വീപിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് കടൽ ഭയങ്കര ഇഷ്ടമാണ്. കടലിൻ്റെ അടിത്തട്ടും ഇതൊക്കെ ഒരുപാട് സ്ഥലം, ദ്വീപുകൾ ഭയങ്കര ഇഷ്ടമാണ്.
ഞാനത് ശരിക്കും ചോദിക്കാൻ വരായിരുന്നു. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ള കാടിനെ പറ്റിയാ. ഇനി ഒരു ഉൾട്ട അതെ ഈ മരുഭൂമിയിൽ പോയിട്ടുണ്ട്. പിന്നെ പോയിട്ടുണ്ട്. അത് റോഡ് ടു മെക്ക എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ MN കാരശ്ശേരി മാഷാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മെക്കയിലേക്കുള്ള പാത എന്നും പറഞ്ഞ്. അപ്പോൾ മക്കയിലേക്കുള്ള പാത എന്ന് പറഞ്ഞാൽ മക്കയിൽ തീർത്ഥാടനം പോലെ പോണ അതല്ല, മരുഭൂമിയുടെ ആയിരുന്നു അതിൻ്റെ. അത് ഗംഭീര പുസ്തകം എന്ന് പറഞ്ഞാൽ ഗംഭീര പുസ്തകം. അത് വായിച്ച് ഭ്രാന്തായിട്ടുണ്ട്. അങ്ങനെ കുറേ കാലം ഗൾഫിൽ പോകാണ്ട് ഇരുന്ന സമയത്താണ് പിന്നെ ഇത് വായിച്ച വന്ന ഈ ഐഡിയ കൂടെ ഗൾഫിൽ പോകുന്നത്. അങ്ങനെ പോയി ഒരുപാട് യാത്രകൾ എടുത്തിട്ടുണ്ട്. അവിടെ രാത്രി താമസിച്ചിട്ടുണ്ട്. എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. സാബു, ഞാൻ ദുബായിലായിരുന്നു, UAE. അപ്പൊ വെക്കേഷനിൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഞങ്ങൾ പോവും. ചില ദിവസം 2-3 ദിവസമൊക്കെ കിട്ടുന്ന ദിവസമുണ്ട്. അപ്പൊ പോയി ടെന്റ് അടിച്ച് കിടക്കും. അത് മഞ്ഞിന്റെ ഒരു സമയമൊക്കെയാണ് അന്നേരം. അപ്പോഴേ നമുക്ക് പറ്റുള്ളൂ. അപ്പോഴേ പറ്റുള്ളൂ. നല്ല ഭയങ്കര പൂക്കളൊക്കെ ഉണ്ടാവുന്നതൊക്കെ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ. അതിൽ മരുഭൂമി ഭയങ്കര ഭ്രാന്താണ്. ഒരു ഡിഫറൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റും. രണ്ടും പ്രകൃതി തന്നെയാണ്, പ്രകൃതിയുടെ 2 ഫോം തന്നെയാണ്. എന്നാലും നമുക്ക് അതിന്റെ ഒരു ഡിഫറൻസ് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് വായിച്ചും അതിൻ്റെ ഇപ്പോൾ മരുഭൂമി ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്റ്റൊക്കെ വരുമ്പോൾ വേറൊരു ലോകമാണ്. അതൊക്കെ ഭയങ്കര അസാധ്യ ലോകമാണ് സംഗതി. അത് ഭയങ്കര തീക്ഷ്ണമായ ഇതും ഒക്കെ ഉണ്ട്, പിന്നെ ചൂടും ഇതൊക്കെ. പക്ഷെ അത് വേറൊരു ഭംഗിയും വേറൊരു സൗന്ദര്യം വേറൊരു ഹിസ്റ്ററിയൊക്കെയാണ്. മനുഷ്യൻ അവിടെയൊക്കെ ജീവിച്ച് വന്നൊരു ഇതാണെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അത്ഭുതവും അതാണ്. അപ്പൊ കാടിന്റെ ഒപ്പം തന്നെ ഇതും അതുപോലെ തന്നെ കാട്ടിലും അതുപോലെ തന്നെ അത്ഭുതങ്ങളാണ്. നമ്മളിപ്പോ പിരമിഡ് കാണുമ്പോൾ എനിക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇത് നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. പക്ഷെ അതുപോലത്തെ എത്ര എണ്ണ ഇങ്ങനെ അടുക്കി വെച്ചേക്കും. 12 ടണ്ണൊക്കെ ഒരു അതിന്റെ സ്റ്റോൺ എന്ന് പറയുമ്പോൾ അതൊക്കെ. ഇത്ര യാത്ര ചെയ്തോണ്ട് ചോദിക്കാം, ചിലപ്പോൾ ഒരുപാട് പേരെ കണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ചോദിക്കാം. എനിക്ക് പണ്ട് വല്ല സംശയമാണ് ശരിക്കും ഏലിയൻസ് ഉണ്ടായിരുന്നോ എന്ന്. കാരണം ചോദിക്കാൻ കാരണം ഇന്ന് മനുഷ്യരാൽ ഉണ്ടാക്കിപ്പെടാൻ പറ്റാത്ത അത്രയും സാധനങ്ങൾ ആ കാലത്ത് ഉണ്ടാക്കി. ഇന്ന് അതിലും ഒരു 1000 ടൈംസ് ടെക്നോളജി ഉണ്ട്. അപ്പൊ ശരിക്കും അങ്ങനത്തെ അനുഭവങ്ങൾ അങ്ങനത്തെ കഥകളൊക്കെ വന്നിട്ടുണ്ട്. അല്ല, പക്ഷെ ഞാൻ അങ്ങനത്തെ കാര്യത്തിൽ വിശ്വസിക്കുന്നല്ലേ. ഇപ്പൊ ഭൂമി വളരെ സൂര്യനിൽ നിന്ന് ഇത്ര അകലത്തിൽ നിന്നതിന്റെ പേരിലാണ് ഇവിടെ ജീവനുള്ളത്. സൂര്യനോട് അടുത്തുള്ള ഗ്രഹത്തിലാണെങ്കിൽ ചൂട്, ഇങ്ങോട്ട് പറയുമ്പോൾ മഞ്ഞ് തണുപ്പ് ഇങ്ങനെ പോകുന്നു. ഇതുപോലെ കോടാനുകോടി സൂര്യന്മാരുണ്ട്. അതിന് ഇതുപോലെ ഉപഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ അല്ല, നമുക്ക് ഇങ്ങനെ ഇപ്പം കുറെ ആൾക്കാരെ പറ്റി നമ്മൾ പറഞ്ഞു, കാടിനെ നശിപ്പിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും നമുക്ക് ഇനിയും വരുന്ന തലമുറയ്ക്ക് ചെറുപ്പം മുതലേ നമ്മൾ ഇതിന്റെ പാഠപുസ്തകങ്ങൾ കൊടുക്കണം. കാടിനെ സ്നേഹിക്കാൻ എങ്ങനെ പഠിപ്പിക്കാം? അങ്ങനെ പഠിപ്പിക്കാൻ നമുക്ക് പുസ്തകങ്ങളിലൂടെ ആണെങ്കിൽ തന്നെ ഇഷ്ടംമാര് എൻ്റെയൊക്കെ ഒരുപാട് ഒരു 7ാം ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. 6, 7, 8 +1 MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ പഠിക്കാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് വീട്ടിൽ നിന്ന് തുടങ്ങണ്ടേ നമ്മൾ. ചെടികൾ നട്ട് അത് ആ ചെടിക്ക് കൊണ്ടുപോയി വെള്ളമൊഴിപ്പിച്ച് അത് പാരൻസാണ് തുടങ്ങണ്ടേ. പാരൻസിന് അവിടെ നേരം വെട്ടിപ്പിടിക്കാൻ പോകുന്നത്. എന്നിട്ട് എങ്ങനെ ഓടുന്നത് നമ്മുടെ കല്ലറയിലോട്ട് ഓടിക്കൊണ്ടിരിക്കണം. അത് ഒരു കാന്തല്ലൂർ ജോണിച്ചായ ഉണ്ട്, കാടിൻ്റെ അടുത്ത് താമസിക്കുന്ന. അദ്ദേഹം പറയും, ആർക്കും സമയമില്ലല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ അത് ശരിയാണ്, ആർക്കും സമയമില്ല. എല്ലാവരും ഓടുകയാണ്. എങ്ങോട്ടോ ഓടണ അവരുടെ കല്ലറയിലോട്ടാണ്. ഏറ്റവും സ്പീഡുള്ളവൻ ആദ്യം അവിടെ എത്തും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ മരിക്കില്ലെന്ന് വെച്ചാൽ ഒരു കൊറോണ വന്നപ്പോൾ നമ്മളൊന്ന് കിടി, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഇട്ട് നമ്മൾ മരിക്കാതെ ജീവിക്കണേ. ഇവിടെ ആരെ 200 വർഷം ജീവിച്ചാണ് ഒന്ന് പറഞ്ഞു? ആരാ ഉള്ളത്? ആരുമില്ല. അപ്പം നമ്മൾ ഈ ചെറിയ സ്ഥലത്ത് നമ്മൾ വെട്ടിപ്പിടിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് കുട്ടികളെയും കൊണ്ട് ഇടപെടുത്തി അങ്ങനെ പോകുന്നൊരു കാലമാണിത്. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെങ്കിൽ പോലും പ്രകൃതിയാണ് എല്ലാത്തിനും മുകളിൽ, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരിക്കുന്നത് എല്ലാം പ്രകൃതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ? അപ്പം ദൈവം എനിക്ക് അത് ഇവിടെ ഒരു എനർജി ഉണ്ട്, പവർ ഉണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. അതിനിപ്പോൾ ദൈവം എന്ന് പേരിടുക, അള്ളാഹ് എന്ന് പേരിടുക, ക്രൈസ്റ്റ് എന്ന് പേരിടുക, ശ്രീരാമൻ എന്ത് വേണമെങ്കിലും വിളിക്കുക. പക്ഷേ അത് മനുഷ്യസങ്കല്പത്തിലുള്ള ആ ദൈവമായിട്ട് ഞാൻ ഇത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതിലാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ ചോദ്യം, ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു ദൈവം എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ അനീതി പെരുകുന്നുണ്ടിട്ട് മൗനിയായിട്ടിരിക്കുന്നു? എൻ്റെ ഒറ്റ ചോദ്യം അതാണ്. നമ്മളുടെ ദൈവം എന്തുകൊണ്ട് മൗനിയായിട്ടിരിക്കും? കുഞ്ഞു മക്കൾക്ക് ഒരു പുറത്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടായിരിക്കുന്നത് മതത്തിൻ്റെ. അപ്പം അത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പരാജയമായിട്ട് തോന്നി. അപ്പം ഞാൻ മനുഷ്യൻ്റെ ആ ദൈവത്തിനെ ഞാൻ പതുക്കെ ഒരു ഇടത്തോട്ടാണ് മാറ്റി വെച്ച്. ഞാൻ മൃഗങ്ങളൊക്കെ ഉള്ള
ഇവരുടെ കൂടെ എങ്ങനെ ജീവിക്കുകയാണ്, ഒരു കുഴപ്പമില്ല, സന്തോഷം, ഹാപ്പിയാണ്. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. കാടാണോ അതുകൊണ്ട് നാടാണോ safe? കാടാണോ കാടാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ചാവറയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അപ്പുറത്തോട്ട് റോഡ് ക്രോസ് ചെയ്തെങ്കിലും ഒന്ന് ആലോചിക്കണം കുറച്ച്. കാട്ടിൽ അങ്ങനെയല്ല, കാരണം വന്ന് പോവാം, ഒരു കുഴപ്പമില്ല, ആരും വന്ന് ഇത് ചെയ്യില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ച് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എങ്ങനത്തെ സ്വഭാവം കാണിക്കണമെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരേ ആരാധനാലയത്തിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച് ഇതുകൊണ്ട് പുറത്തു വന്നിട്ട് അടിയും ഇടിയും ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിലെങ്ങനെ ഞാൻ വിശ്വസിക്കും എന്തിലും? അപ്പോൾ കാട് തന്നെ ഒരു സേഫും അവിടുത്തെ ജീവികളും. പക്ഷെ കാടിലാണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് പറയത്തില്ല. ഇപ്പൊ എല്ലാ മൃഗങ്ങളാണെങ്കിലും ഒരേ സ്വഭാവം, അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ വരുമ്പം ഓക്കെ ആകണം എന്നില്ലല്ലോ. ചിലപ്പോൾ ടെറിട്ടറി ആയിരിക്കും. പക്ഷേ അത് ഇപ്പം ഞാൻ ഇതുവരെ ഇത്ര ഇപ്പോൾ വർഷമായിട്ട് 40-45 വർഷമായിട്ട് കാട്ടി പോകുന്നു, എനിക്കൊന്നും ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ, വീട് ചതവ ഇതൊന്നുമില്ല. ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഒരു ജീവിയെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടില്ല, മനുഷ്യനൊഴികെ ഒരൊറ്റ ജീവി അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പോൾ ഇനിയും അതായിരിക്കുള്ളൂ തുടരുന്നത്. നാളെ എന്തെങ്കിലും കാട്ടിൽ അവിടെ വെച്ച് എനിക്ക് സംഭവിക്കുന്നത് അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്. കാരണം അവരുടെ വീട്ടിൽ ഞാൻ ചെല്ലാം, അവർക്ക് ഇഷ്ടപ്പെടാത്ത പെരുമാറ്റം. ഇപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഈ ഫ്ലോറിനോട് കൊണ്ടൊരു മര്യാദയുണ്ട്, നിങ്ങൾക്ക് തരേണ്ട ഒരു മര്യാദ ഞാൻ തരണം, അതാണ്. അപ്പോൾ അതില്ലെങ്കിൽ പറ്റും, അപ്പോൾ അത് സംഭവിക്കാവുന്നതാണ്, അത്രേ ഉള്ളൂ. അതെ, ഇപ്പൊ നമ്മളിങ്ങനെ പണ്ടിക്ക ഇങ്ങനെ കാട്ടുകളിൽ ആൾക്കാരെ കൊണ്ടുപോകുമായിരുന്നു. അതിന്റെ അടുത്ത് ഇപ്പം ഇപ്പൊ ഇങ്ങനെ അതെന്തായിരിക്കും അങ്ങനെ ആ റീസൺ നിർത്താൻ? അല്ല, കുറേ പിന്നെ എന്താന്ന് വെച്ചാല് നമ്മളെപ്പോഴും പറയും ലൈറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ കുറേ കാര്യങ്ങളെ കുറിച്ച് പറയും. വീട്ടിലൊക്കെ നമുക്ക് ആവശ്യമില്ലാതെ ലൈറ്റ് പലരും ചിലരൊക്കെ പിന്നീട് പോയി കണ്ട് കഴിയുമ്പോൾ ഏതോ റിസോർട്ടിലൊക്കെ താമസിക്കുന്ന പോലെയാണ് വീടൊക്കെ. ഒരു 5-6 തവണ എൻ്റെ ക്യാമ്പിലൊക്കെ വന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര, അപ്പോൾ ഇതും കൊണ്ട് എനിക്ക് പൈസ കിട്ടും, ഫ്രീ ചെയ്യാറില്ല. ഒരാൾക്കും ഒരു കാര്യവും സൗജന്യം കൊടുക്കാൻ പാടില്ല. എൻ്റെ ലൈഫ് പഠിപ്പിച്ചാണത്. സൗജന്യം കൊടുക്കുക, അതിന് വില ഉണ്ടാവില്ല, ഫ്രീ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതും കൊണ്ട് എനിക്ക് പൈസ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ഇത് വേണം. അപ്പോൾ അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് കുറേ കാലം. ഇപ്പോൾ കഴിഞ്ഞൊരു ക്യാമ്പിന് വന്ന നല്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ക്യാമ്പിന് വരുമ്പോൾ കുഞ്ഞു മക്കളായിട്ട് പോവാ, അവർക്കാണ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. വലിയ ആൾക്കാർ നമ്മളുടെ ഇതിൽ കൂടെ കയറി ഇതിൽ കൂടെ പോകുന്നല്ലാണ്ട് നമ്മൾ ഒരു കാര്യം എടുക്കാറില്ല. നമ്മൾ പഴയ പടി തന്നെ ചിട്ടയായിട്ട് അങ്ങനെ പോകും, നമ്മളുടെ റൊട്ടീൻ ഉണ്ട്, അതിലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഇവർക്ക്. തമാശ രീതിയിൽ ചോദിക്കുമ്പോൾ കുടുംബമായിട്ട് ഇങ്ങനെ കാടുകളിൽ പോയിട്ട് ഞാൻ എൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പോകുമ്പോൾ അങ്ങനെ ഇതല്ല, അത് ഞാനും കാടും തമ്മിലുള്ളൊരു ഇതുണ്ട്. പിന്നെ അത് തന്നെയല്ല, കാട്ടിൽ ഒരുപാട് എനർജിയുടെ ഒരു ഇതാണ്. ഞാൻ അത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ മാർഷ്യൽ ആർട്സ് ആയാലും കരാട്ടെ കൂടി ആയാലും അത്തരം അനുഭവം, തായ് ചി ചിക്കോ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ എനർജി വെച്ചുള്ളൊരു കളിയാണ് ശരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ നമ്മളുടെ ഇടയിൽ ഇങ്ങനെ കുറേ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് കുറച്ച് കഴിവുള്ളവനാണെങ്കിൽ അത് പിടിച്ചെടുക്കാൻ പറ്റും, ചിലവർക്ക് അത് അറിയാൻ പറ്റില്ല എന്താണ്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, എഴുതാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഇതാണ് കാട്. അതിൻ്റെ അകത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അത്ര അനുഭവങ്ങൾ, അതായത് കാട്ടിൽ ഏകനായിരിക്കുക എന്ന് വെച്ചാൽ തന്നെ ഒരു വലിയൊരു അനുഭവമാണ്. നമുക്ക് ഒരുപാട് വിഷമം ഉള്ളിലുള്ളപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാട്ടിലിറങ്ങി 1-2 പ്രാവശ്യം ശ്വാസം വലിച്ചൊന്ന് ബ്രീത്ത് ചെയ്ത് കണ്ണിക്കൊടി പച്ചര കണ്ടാൽ മതി. പിന്നെ തീർച്ചയായിട്ടും അതൊരു മെഡിറ്റേഷൻ. ഒന്നും വേണ്ട, നിങ്ങൾ ഒരു മരം നോക്കിയിരിക്കുക, കാട്ടിൽ പോയിട്ട് ഒരു മരം. ഞാൻ അത്തരം മെഡിറ്റേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചയുടെ 1000 വക ഭേദങ്ങളാണ്. ഒരു മരത്തിൽ തന്നെ പച്ചേനെ പല കളർ, പല വെറൈറ്റി ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ നോക്കി അത് ആ മരത്തിൻ്റെ വേരിയിൽ കൂടെ പോയി അതിൻ്റെ തണുപ്പ് അനുഭവിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അത് അപ്പോൾ കാടിന് അത്രയും കുറേ ഉണ്ട് ചില സന്ദേശങ്ങൾ കാടിൻ്റെ അകത്ത് ഇങ്ങനെ. അതാണ് മൃഗങ്ങൾ നമ്മൾ വിചാരിച്ച് ഇതെങ്ങനെ പെട്ടെന്ന് അറിഞ്ഞ്, ഒരു കഴുകൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ജീവി ചത്ത് കഴിഞ്ഞിട്ട് അവിടെ എത്തി, പിന്നെ എങ്ങനെ നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്ന ആ ഒരു മുമ്പിലേക്കൊന്നും ഒരു കരടിയായാലും കടുവയായാലും നമ്മളെങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നു നമ്മൾ അക്രമകാരിയല്ല എന്ന് അതെങ്ങനെ അറിയാം? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ എത്തിപ്പെടുമ്പോൾ നമുക്ക് സപ്പോസ് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും ചെയ്യാൻ? ഇല്ല, അത് ഞാൻ നോക്കി ഓപ്ഷൻ ഇത്രേ ഉള്ളൂ. എൻ്റെ ഇത് അങ്ങനെയാണ്, ഞാൻ എപ്പോഴും പറയാം, എനിക്കൊന്നും പറ്റൂല, അങ്ങനത്തെ വിശ്വാസമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ നിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ, അപ്പോൾ പിന്നെ അവൻ വരില്ല എൻ്റെ കൂടെ. അതെ, പിന്നെ ചില ആൾക്കാർ ചോദിക്കും ഇങ്ങനെ ആന വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പറയുന്നൊരു മറുപടി നമ്മളൊന്നും ചെയ്യേണ്ട, ആന ചെയ്തോട്ട് പോയിക്കോളൂ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ
അത് നമ്മളൊരു വിശ്വാസം അങ്ങനെ സംഭവിക്കില്ലെന്ന് ഇങ്ങനെ നേർക്ക് നേരെ നോക്കിയൊക്കെ നിന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ കൂടെ ഉള്ള കൂട്ടുകാരൊക്കെ എന്തിനെ നോക്കി നിന്നിട്ടുണ്ടെന്ന്? അതിൽ ടൈഗറിനെ നോക്കിയിട്ടുണ്ട്, ഇതിനെ കാട്ടുപോത്ത്, എൻ്റെ നേരത്തെ പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ എൻ്റെ ഫ്രണ്ടിന് രാജൻ, അവർക്കൊക്കെ അറിയാം. അവരോടൊക്കെ നമ്മൾ പറമ്പിക്കുളത്ത് പോകുമ്പോൾ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്ത് ആ കാട്ടുപോത്ത് ഇവിടെ വരും എന്ന് പറഞ്ഞാൽ അതുപോലെ വന്നിട്ടുണ്ട് പലപ്പോഴും. ഇന്ന് ഇതിൻ്റെ ഈ ലെപ്പേഡിൻ്റെ ഫോട്ടോ മരത്തിൽ കയറുന്ന ഫോട്ടോ എനിക്ക് എടുക്കാൻ പോകുന്ന അങ്ങനെ എടുത്താറുണ്ട്. പിന്നെ കരടിയും കുഞ്ഞും മരത്തിൽ കയറുന്നതായിരിക്കും എടുക്കുന്നത്, അങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ കഴിവല്ല, അത് കാടെന്നെ കൊണ്ട് പറയൂ. പിന്നെ നമ്മൾ ചെയ്യുന്നതിലുള്ള ആത്മവിശ്വാസം, അതാണ്. അരങ്ങേറ്റത്തിന് കയറാൻ വേണ്ടി 25 ദിവസം ഡാൻസ് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് ഗുരുവായൂർ. ഇത്രയും പൈസ മുടക്കി എൻ്റെ മോള് അരങ്ങേറ്റം എന്ന് എൻ്റെ മോൻ ഇത് ചെയ്ത് എന്നും പറഞ്ഞു. അങ്ങനെയല്ല, ആ ഒരു കല ഒരെണ്ണത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം വരെ മാക്സിമം പോകാൻ പഠിക്കുക. അത് ഇന്നില്ല പിള്ളേർക്ക്. പിള്ളേരെ കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് അടുത്തതിന് നീ അത് പോയി പഠിക്കുക, അതാണ് പറയുന്നത്. അത് ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് അറിഞ്ഞതിൽ നിന്നുള്ള മോചനം. ഒരു ഒന്നിനെ ആഴത്തിൽ അറിയുക എന്നാണ്. അത് അവിടെ കിടന്നോളും. പിന്നെ വേറെ അത് ആവശ്യമുള്ളപ്പോൾ അത് എടുക്കുക നമുക്ക് പുറത്തോട്ട്. അത് ആ പുസ്തകം വായിച്ച അന്ന് തുടങ്ങിയുള്ള ഇതാണ് അറിഞ്ഞതിൽ നിന്നുള്ള മോചനം. ഞാൻ എല്ലായിടത്തും പറയാറുള്ളൊരു കാര്യമാണ്. ഗംഭീര പുസ്തകമാണ്. പക്ഷേ അത് നമ്മൾ ആരാ അറിയുന്നത്? ഇവിടെ ഇന്ന് ആരറിയുന്നുണ്ട്? ഈ ഒരു ദിവസം ഡാൻസും ഒരു ദിവസം ക്രിക്കറ്റും ഒരു ദിവസം ടെന്നീസും പഠിപ്പിക്കുന്ന പിള്ളേർ എന്തറിയുന്നു? ആ പിള്ളേരെ ഇവർ പാരൻസ് തന്നെയാണ് വഷളാക്കി കളയുന്നത്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു സെക്ഷൻ ഞങ്ങൾക്ക് വന്നതും ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് ചാവറ കൾച്ചർ സെൻ്ററിലെ ഈ ഒരു പ്രോഗ്രാമിന്, പ്രത്യേകിച്ച് ലൈഫ് നെറ്റ് ടിവിക്കും പ്രത്യേകം നന്ദി. താങ്ക്സ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.